കൊല്ലം എരൂരിൽ ഒരാഴ്ചക്കിടയിൽ പാമ്പ് കടിയേറ്റ് 2 പേർ മരിച്ചു. റോഡിന്റെ ഇരുവശത്തെയും കാട് വൃത്തിയാക്കുന്നതിനിടെയാണ് എരൂർ സ്വദേശിയ സജുരാജിന് പാമ്പിന്റെ കടിയേൽക്കുന്നത്. ഏരൂർ ഗ്രാമപഞ്ചായത്ത് റോഡിന്റെ ഇരുവശങ്ങളിലും കാട് കയറിയിട്ട് നാളുകളേറെയായി. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഏരൂർ തെക്കേവയൽ സ്വദേശി രാമചന്ദ്രൻ പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഇതേ തുടർന്ന് കാട് വെട്ടിമാറ്റുന്നതിനായി ഏരൂർ സ്വദേശിയായ സജുരാജിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. യന്ത്രം ഉപയോഗിച്ച് കാട് വെട്ടിമാറ്റുന്നതിനിടയിൽ കണ്ട മൂർഖൻ പാമ്പിനെ പിടികൂടി ചാക്കിലേക്ക് മാറ്റുന്ന സമയത്ത് സജുരാജിനും കടിയേറ്റു. കോട്ടുക്കൽ ഫിൽഗിരിയിലുള്ള വിഷചികിത്സാ കേന്ദ്രത്തിലെത്തിച്ചെങ്കിലും നില വഷളായതിനെ തുടർന്ന് കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിലിരിക്കെയാണ് സജുരാജും മരിക്കുന്നത്. പിന്നെ ഇന്നലെ ഈ കാട് വെട്ടി വൃത്തിയാക്കാൻ വന്ന ഒരു ജോലിക്ക് വന്ന ഒരു അണ്ണനെ വെട്ടിയാക്കുന്നതിനിടയ്ക്ക് പാമ്പ് കടിച്ചു. അതിന് കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ കാടും മൊത്തത്തിലുള്ള കാട് പിടിച്ച് കിടക്കുന്ന അതുകൊണ്ടാണ്. പാമ്പ് പിടുത്തത്തിൽ പരിശീലനം നേടിയിട്ടുള്ളയാളാണ് മരിച്ച സജുരാജ്. പ്രദേശത്തു നിന്നും പെരുമ്പാമ്പിനെയും കഴിഞ്ഞ ദിവസം വനംവകുപ്പ് പിടികൂടിയിരുന്നു. സമീപത്തെ വീട്ടിലെ വളർത്തുനായ പാമ്പിനെ കൊന്നതും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി പാമ്പിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടതും കഴിഞ്ഞ ദിവസമാണ്. പാലക്കം കടിച്ചപ്പോഴാണ് പിന്നെ ഭയങ്കര കാട് അതിനകത്ത്. കാടെന്ന് വെച്ചാൽ നമ്മൾ നടന്നു പോകുന്ന ഒരു ചെറിയ വഴി കൂടെ നമുക്ക് പോകാൻ കൊത്തുള്ളൂ. ബാക്കി അങ്ങനെല്ലാം കാടാണ്. അപ്പോൾ ഈ കാട് കിടന്ന് കുറച്ച് വന്യാണ് ഒലയെന്ന് കാട് കിടന്ന് ഒലയെന്നുണ്ട്. എനിക്കൊരു പേടി തോന്നി. ഞാൻ തൊട്ടി അവിടെ വെച്ചിട്ട് അവിടെ കിടന്ന ഒരു ചുള്ളിക്കമ്പെടുത്ത് അങ്ങ് അനങ്ങിയിടത്തോട്ട് എറിഞ്ഞപ്പോൾ കാണാൻ 10 എടുത്തങ്ങ് പിടിച്ചു പാമ്പ്. അപ്പോഴേ ഞാൻ തിരിച്ചു കടന്നു. കാട് കയറി കിടക്കുന്ന ഭൂമികളിലെ കാട് നീക്കം ചെയ്യാൻ ഉടമകൾക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകി തുടങ്ങി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പാമ്പുകളെ പിടികൂടാനുള്ള പരിശോധനയും ആരംഭിച്ചു. ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ കാടാണ്, മൊത്തത്തിൽ കാട് വളർന്നു നിൽക്കുകയാണ്. ഈ വെള്ളക്കെട്ടും ചതുപ്പും എല്ലാം ചേർത്ത് കാട് വളർന്നു നിൽക്കുകയാണ്. അതിനിടയ്ക്ക് എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ DR കെട്ടിയിട്ടുണ്ട്. അത് മൊത്തവും ഈ പോയിന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഒരിടത്ത് കയറിയാൽ പോലും അത് തൊട്ട് അതുവഴി അങ്ങ് അപ്പുറത്തേക്കെല്ലാം അത് ചെല്ലുന്നുണ്ട്. പ്രദേശത്തെ ജനങ്ങൾ പാമ്പ് ഭീതിയിലാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. 24 കൊല്ലം.